നൈറ്റ് റൈഡേഴ്സ് സൂപ്പർ, നല്ല പടം. നല്ല എല്ലാവരും നല്ല അഭിനയം. എല്ലാവരും കുഴപ്പമില്ല, രസമുണ്ട്. നല്ല പടം, നല്ല ഒരു എക്സ്പീരിയൻസ്. മാത്യു നൈസായിട്ടുണ്ട്. മാത്യു കുറച്ച് നാൾ പുള്ളി കുറച്ച് ഓഫായിരുന്നെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് കോമഡിയൊക്കെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ കണ്ടുകൊണ്ടിരിക്കാം. ഒരു എന്താ പറയുക, നമ്മളെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനൊക്കെ ഇല്ലേ, ഏകദേശം അതുപോലെ ഉണ്ട്. ഏറെക്കുറെ അതൊക്കെയാണ് മെയിൻ. പക്ഷേ സിനിമാറ്റോഗ്രാഫി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മാത്യു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കാം. ഒരു ആവറേജ് പടം. വൺ ടൈം വാച്ചബിളാണ് പടം. എന്താ പറയുക, ഫണ്ണിന് ഫണ്ണുണ്ട്. ഫുൾ എലമെൻ്റ് എല്ലാം ഓക്കെയാണ്. അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കാം, ബോറടിക്കും. അഭിനയമൊക്കെ കൊള്ളാം. കൊള്ളാം, സൂപ്പറാണ്. അല്ല തന്നെ എന്ത് ഒരു എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കാം. പക്ഷെ എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ തോന്നി. പക്ഷേ എന്നാലും മേക്കിംഗ് അടിപൊളിയാണ്. പിന്നെ അങ്ങനെ ബോറടിക്കില്ല. പക്ഷേ ലൈക്ക് റൈറ്റിങ്ങിൽ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ തോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും. അല്ല ബാക്കിയില്ല, മേക്കിങ്ങിൽ അടിപൊളിയാണ്. ത്രില്ല് സെക്കൻഡ് ഹാഫ് പിന്നെയും കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അടിക്കുന്ന പോലെ തോന്നിയായിരുന്നു. മാത്യു കൊള്ളാം. കൊള്ളാം ബ്രോ, നല്ല സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ത്രില്ലർ ഒരു ടൈപ്പിൽ അവർ കൊണ്ടുപോയി. മാത്യു കൊള്ളാം, ആക്ടിങ് കൊള്ളാം. പടമാണ്. നമ്മൾ മേക്കിംഗ് കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഹെവി ചെറുക്കൻ്റെ ആദ്യത്തെ ആ ഒരു ഇതല്ല, പുതിയതിലോട്ട് വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ പടം. ബിലോ എവറേജ്. മാത്യു അവന് കിട്ടിയ റോള് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നൊരു സംഭവം എൻ്റെ പേടി. അതുപോലെ കുറേ കണ്ടു കഴിയുമ്പോൾ നമുക്കിനി അടുത്തത് ഇതാണ് വരാൻ പോകുന്നത് വ്യക്തമായിട്ട് അറിയുന്നൊരു ശൈലിയിലേക്ക് മാറി. അത്രയേ ഉള്ളൂ. പക്ഷേ സംഭവം നന്നായിരുന്നു. ആയിരിക്കുന്നു. നമ്മൾ ഇത്രയും നിറഞ്ഞൊരു തിയേറ്ററിലിരുന്ന് കണ്ടിട്ട് കുറേ കാലമായി. എല്ലാം ആൾ കുറവായിരിക്കും. ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ഒരു ബോധമില്ലാതെയാണ് ഞാൻ വന്നത്. അപ്പോൾ നീണ്ട ഒരു ക്യൂവിൽ നിൽക്കാമെന്ന് വിചാരിച്ചത്. അത് റിവ്യൂ ഒക്കെ വായിച്ച കുട്ടികളായിരിക്കുമല്ലോ, ഞാനങ്ങനെ വായിക്കാറൊന്നുമില്ല. അങ്ങനെ നീണ്ടൊരു ക്യൂ പോയി നിന്ന് ടിക്കറ്റ് എടുത്തു. തിയേറ്റർ നിറയെ ആളുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, നല്ലൊരു സിനിമ. എനിക്കിഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല രസമായിട്ടിരുന്ന് കണ്ടു. വയസ്സായ ഒരാളാണ് എങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എന്നെപ്പോലെ പ്രായമായവർക്കും ഇഷ്ടപ്പെടും, നല്ല ചെറുപ്പക്കാർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അഭിനയം നന്നായിരുന്നു. ആ കുട്ടികൾ പിന്നെ ഇപ്പം അഭിനയമല്ലല്ലോ, നാച്ചുറൽ. ഇവരുടെ ഒരു നടിക്കുകയാണ്, അഭിനയിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അങ്ങ് ആ കഥാപാത്രങ്ങളായി ജീവിച്ചു വരുന്നു. നന്നായിരുന്നു. എന്നാൽ അന്ധവിശ്വാസം, ഈ കാന്താര അങ്ങനെയാണല്ലോ, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇതങ്ങനെയല്ല. ഒരു ഫോൾസായിട്ടുള്ള ഒരു അടയാളമാണ് അതിൽ വരുന്നത്. അത് ഭൂതപ്രേതങ്ങളൊന്നും അല്ലെന്ന് അവർ പ്രൂവ് ചെയ്തു. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു മൂവിയാണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നമ്മൾ അങ്ങനെയാണ് അതിനെ തുടക്കത്തിൽ അമ്പലം അതൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഊട്ടിയുറപ്പിക്കാനായിരിക്കും ശ്രമിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ വെറുതെയാണ്, അതിലൊന്നും അർത്ഥമില്ലെന്നും കൂടെ തെളിയിക്കുന്നു. അങ്ങനെ ഒരു കാഴ്ച എനിക്ക് തോന്നി. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു. നന്നായിരിക്കുന്നു.